വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഐ പ്രേ ദാറ്റ് ദിസ് മേ become a turning point in your life and you may have a divine encounter through this program. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള റീന ആൻഡ് ഫാമിലി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കരിയറിൽ വലിയൊരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, പെൺമക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ജ്ഞാനത്തിൽ വളരുവാനും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സംരക്ഷണത്തിൽ മുന്നിലേക്ക് പോകുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യന്തോളിൽ നിന്നുള്ള മിസ്സസ് ബേബി ആൻറ്റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ അഭിലാഷിൻ്റെ മേൽ യേശുവിൻ്റെ സകല അനുഗ്രഹങ്ങളും വന്നു ചേരുവാൻ വളരെ നല്ലൊരു ഭാവി ആ മകനുണ്ടാകുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോ വ്യക്തിക്കും കർത്താവ് നല്ല ആരോഗ്യത്തെ നൽകണമേ. കൂടാതെ ഭവനത്തിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാവരും വളരെ നല്ല ഐക്യതയിൽ വരുവാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം എമ്പാടുമുള്ളവർ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. Brother Damien ministering in USA. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. വയസ്സ് മുതൽ താനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ബാല്യകാലം മുതൽ തന്നെ താനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടക നടി, ഒരു ആക്ട്രസ് ആണ് നിൽക്കുന്നത്. യെസ്. 1989 തൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞത് മുതൽ തൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമായി മാറി. മദ്യപാനിയായ ഭർത്താവ്, എല്ലായ്പ്പോഴും തന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഭർത്താവായിരുന്നു. അപ്പം തന്നെ തൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ 2001 മുതൽ തനിക്ക് ഒരു മാനസിക അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. 8 പ്രാവശ്യം ഗ്യാസ് തന്നെ തുറന്നു വിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. മൈ ഗോഡ്. അടുക്കളയിൽ തുറന്നു വിട്ട് കത്ത് പിടിപ്പിച്ച് ചാകാൻ വേണ്ടി 8 പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ അത് കൂടാതെ തൻ്റെ ബാഗിൽ ആസിഡ് കുപ്പികൾ കൊണ്ടു നടന്നിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് 3 പ്രാവശ്യം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. 3 പ്രാവശ്യം കടലിൽ ചാടി മരിക്കാൻ ശ്രമിച്ചു. ബീച്ചിൽ ചെന്നു ചാടി മരിക്കാൻ വേണ്ടി. പക്ഷെ ഈ ഓരോ ശ്രമങ്ങളും ചെയ്യുമ്പോഴും താൻ അതിൽ നിന്നെല്ലാം ഓരോ തവണയും രക്ഷപ്പെട്ടു പോന്നു. ഓരോ പ്രാവശ്യം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോന്നു. ഓക്കെ. 2011 ആയപ്പോഴേക്കും തൻ്റെ ഭർത്താവ് ഇത്രയും പ്രശ്നങ്ങളെല്ലാം നിമിത്തം താൻ ആത്മഹത്യ ചെയ്തു. ഭർത്താവ് ആത്മഹത്യ ചെയ്തു തൻ്റെ ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട്. സിസ്റ്റർ പറഞ്ഞത് എങ്ങനെയും മരിക്കണമെന്ന് പറഞ്ഞ നിലയിലായിരുന്നു താൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കുട്ടികളുണ്ടോ സിസ്റ്റർ? ഒരു മോനുണ്ട്. ഓക്കെ. താനൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഈ അസുഖങ്ങളെല്ലാം നിമിത്തം. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങിയത് മുതൽ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വരാൻ തുടങ്ങി. ഒരു വലിയ ഹല്ലേലൂയ പറയാം. ആരും തന്നോടൊന്നും പറഞ്ഞില്ല. എല്ലാ ദിവസവും താൻ ബ്ലെസ്സിങ് ടുഡേ കാണും. ബ്രദർ ഡാമിയൻ്റെ സന്ദേശങ്ങൾ കേൾക്കും.
ആരോ തന്നോടൊപ്പം ഉള്ളതുപോലൊരു ഫീലിങ് തനിക്ക് അന്നു മുതൽ ലഭിക്കാൻ തുടങ്ങി. ആത്മഹത്യക്ക് വേണ്ടി പിന്നെ താൻ ശ്രമിച്ചിട്ടില്ല. ജീവിതത്തിലേക്ക് സമാധാനം വരാൻ തുടങ്ങി, സന്തോഷം വരാൻ തുടങ്ങി, ഒരു പ്രത്യാശ വരാൻ തുടങ്ങി. അതിങ്ങനെ തുടർന്നുകൊണ്ട് വന്നു. ഈ ഓഗസ്റ്റ് 10 താൻ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവരെ യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞത് അത് കേട്ട വശം തനിക്ക് സുഖമായ ഉറക്കം ലഭിച്ചു, സമാധാനം ലഭിച്ചു, ഒരു കുഴപ്പവുമില്ല, വളരെ സന്തോഷവതിയാണ് താൻ. ഇന്ന് സാക്ഷ്യം പറയുവാൻ വേണ്ടി മാത്രം അനുജത്തിയുടെ ഭർത്താവിനെയും കൂട്ടി താൻ ഇന്നിവിടെ വന്നതാണ്. അനുജത്തിയുടെ ഭർത്താവ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, അവിടെ തന്നെ നിന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് ആ മൈക്കൊന്ന് അടുപ്പിച്ച്. ഈ പറഞ്ഞ ചരിത്രമൊക്കെ ശരിയാണോ? ശരിയാണ്. ഈ സഹോദരിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭർത്താവിൻ്റെ ആത്മഹത്യ ശരിയാണോ? ഈ സഹോദരി പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞു, അത് ശരിയാണ്. ഇപ്പോഴത്തെ മാറ്റം ശരിയാണോ? എന്താണ് നമുക്ക് മനസ്സിലായത് ആ മാറ്റത്തെ കുറിച്ച്? നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നില്ല, എല്ലാം സത്യമാണ്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Today, I'm going to speak to you about the joy from Jesus. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ്, യേശുവിൽ നിന്നുള്ള സന്തോഷം. Many people wonder, how can I have joy in my heart when things are going in the wrong direction? ഒത്തിരി ആളുകൾ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ സന്തോഷവാനായിരിക്കുവാൻ എനിക്ക് കഴിയും? Brother, I have 35 lakhs of rupees debt. How can I have joy in my heart? ബ്രദറെ, എനിക്ക് 35 ലക്ഷം രൂപയുടെ കടമുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ കഴിയും? Brother, I am 35 years old. I am still unmarried. How can I have joy in my heart? ബ്രദറെ, എനിക്ക് 35 വയസ്സ് പ്രായമുണ്ട്, ഇതുവരെ എൻ്റെ വിവാഹം നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും? Brother, I am a widow. My husband recently died. How can I have joy in my heart? ബ്രദറെ, ഞാനൊരു വിധവയാണ്, എൻ്റെ ഭർത്താവ് ഈ അടുത്ത കാലത്ത് മരിച്ചു, എങ്ങനെ എനിക്ക് സന്തോഷത്തിലായിരിക്കുവാൻ കഴിയും? Brother, wherever I touch, it is a failure. How can I have joy in my heart? ബ്രദറെ, ഞാൻ എന്തൊക്കെ തൊട്ടാലും അതെല്ലാം ഒരു ശാപമായി നാശമായിരിക്കും, എങ്ങനെ അത് ആ മേഖലയിൽ എനിക്ക് സന്തോഷിക്കും? Brother, I am married for many years now, but I still have no children. How can I have joy? ബ്രദറെ, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി, ഇതുവരെ എനിക്കൊരു കുഞ്ഞുങ്ങളില്ല, പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും? So we have many reasons for not having joy. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാരണങ്ങൾ സന്തോഷത്തിലായിരിക്കുവാൻ അല്ലാതെ സന്തോഷിക്കുവാൻ കഴിയാത്ത ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. But the Bible says, എന്നാൽ ബൈബിൾ പറയുന്നു, in any circumstance, whether you have it or not, whether you are going through trouble or not, you can have the joy of Jesus in your heart. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും, ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. In the Old Testament there is a book of Nehemiah. ആ ബൈബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളിൽ നെഹമ്യാവിന്റെ ഒരു പുസ്തകമുണ്ട്. Chapter 8 and verse number 10 says, അതിന്റെ 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, The joy of the Lord is our strength. യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. That means when we have joy of that is coming from the Lord in our hearts,
we have strength. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ സന്തോഷം, ദൈവത്തിൽ നിന്ന് വരുന്ന സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബലമാകുന്നു. When you lose the joy, you become weak. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ബലഹീനരായി മാറുകയാണ്. Look here, brothers and sisters. സഹോദരി സഹോദരന്മാരെ ഇവിടെ നോക്കിയാലും Joyful people are strong people. സന്തോഷമുള്ള ആളുകൾ ശക്തിമാന്മാരാണ്. Unhappy people are weak people. സന്തോഷമില്ലാത്ത ആളുകൾ ബലമില്ലാത്തവരാണ്. So many people in this world are going into disappointment and depression that makes them weak people. ഒത്തിരി ആളുകളും ഇന്നത്തെ ലോകത്തിൽ അസന്തുഷ്ടിയുടെയും നിരാശയുടെയും ജീവിതത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അത് അവരുടെ ജീവിതത്തെ വളരെയധികം ബലഹീനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. If I come to you one by one very closely, നിങ്ങളുടെ അടുത്തേക്ക് വളരെ അടുത്ത്, നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് ഞാൻ വന്ന് സംസാരിക്കുകയാണ്. and if I do a personal interview, നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു അന്വേഷണം, ഇന്റർവ്യൂ ഞാൻ നടത്തുകയാണ്. you will open your heart, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കും. you will tell me stories of so many tragedies and so many troubles, sadness, people criticizing you, so many unhappy situations in your life. നിങ്ങൾ ബ്രദറിനോട് പറയും ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പഴയ കഥകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മോശമായി സംഭവിച്ച അവസ്ഥകൾ, ഒത്തിരി പ്രയാസങ്ങൾ, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പറ്റി നിങ്ങൾ തുറന്ന് പറയുവാൻ തുടങ്ങും. All of us, we have chapters of sad stories. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ദുഃഖകരമായ കഥകളുടെ നിരവധി അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. But let me tell you one thing. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Your gladness or your sadness depends on the source of your sadness or gladness. എന്നാൽ നിങ്ങളുടെ ആനന്ദവും നിങ്ങളുടെ ദുഃഖവും അത് ഇരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്, നിങ്ങളുടെ ആ സന്തോഷം വരുന്നത് അത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ അപേക്ഷിച്ചാണ് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഇരിക്കുന്നത്. The English word joy has 3 letters. ഇംഗ്ലീഷിലെ ജോയ്, സന്തോഷം എന്ന് പറയുന്ന ജോയ് എന്ന വാക്കിന് അതിന് 3 അക്ഷരങ്ങളാണുള്ളത്. Somebody said the expansion for joy, J-O-Y, is Jesus over you. ആരൊക്കെ ചിലർ ഇപ്രകാരമാണ് പറഞ്ഞത്, ജോയ് എന്ന് പറഞ്ഞ JOY എന്ന് പറയുന്നതിനെ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ യേശു, ജീസസ് ഓവർ യു, യേശു നിങ്ങളുടെ മേലിൽ വസിക്കുന്നു, അതിനെയാണ് ജോയ് എന്ന് പറയുന്നത്. Write it down. JOY means Jesus over you. അത് എഴുതി വെച്ചാലും JOY, ജീസസ് ഓവർ യു, യേശു നമ്മുടെ മേലിൽ വസിക്കുന്നു, യേശു നമ്മുടെ മേലിൽ, ആ യേശു നമ്മുടെ മേലിലായിരിക്കുന്നു എന്ന് എഴുതി. In other words, if Jesus is in our lives, we have joy always. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ട്. Can you shout hallelujah? കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? One more. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാലും. One more hallelujah. ശബ്ദത്തിൽ ഒരു വലിയൊരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാലും. The real joy is coming from the giver of joy, Jesus. യഥാർത്ഥത്തിലുള്ള സന്തോഷം വരുന്നത് അത് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്ന യേശുവിൽ നിന്നാണ്. There is a false joy that is coming from this world. എന്നാൽ ഈ ലോകത്ത് നിന്ന് വരുന്ന ഒരു തെറ്റായുള്ള ഒരു സന്തോഷമുണ്ട്. The real joy is permanent and the false joy is temporary. യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് വരുന്ന തെറ്റായുള്ള സന്തോഷം അത് താൽക്കാലികമാണ്. When I observe people, ഞാൻ മറ്റുള്ള ആളുകളെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ I have seen utterly poor people who are extremely happy. ഒത്തിരി ആളുകൾ, തീരെ ദരിദ്രരായിരിക്കുന്ന ആളുകൾ, അവർ വളരെ സന്തോഷത്തിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And I have also seen filthy rich people who are in extreme sadness. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സമ്പന്നരായിരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ വളരെ ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen many rich people, well-to-do, wealthy people going into depression.
ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സമ്പന്നരായിരിക്കുന്ന നല്ല ജീവിത സാഹചര്യമുള്ള ഒത്തിരി ആളുകൾ അവർ വളരെയധികം ദുഃഖത്തിന്റെ നിരാശയുടെ അവസ്ഥയിൽ വീണു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I'm going to show you the real source of joy. ഞാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെ ഉറവിടം എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. In the Old Testament, പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ the book of Psalms, സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങൾ, Psalm 51, അതിന്റെ 51ാമത്തെ പുസ്തകം and verse number 12. അതിന്റെ 12ാമത്തെ വാക്യം. Restore to me the joy of your salvation and grant me a willing spirit to sustain me. സങ്കീർത്തനം 51ാം അധ്യായം അതിന്റെ 12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. This is spoken by David the psalmist. ഇത് സങ്കീർത്തനക്കാരനായ ദാവീദ് നൽകിയ സങ്കീർത്തനമാണ്. And he says, restore to me the joy of your salvation. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. So where do we get joy from? എവിടെ നിന്നാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്? It is coming firstly from our salvation experience. ഈ സന്തോഷം നമുക്ക് ആദ്യമായി ലഭിക്കുന്നത് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലൂടെയാണ്. In other words, when we receive Jesus into our hearts, അതിന്റെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, when we get that Savior into our hearts, the real joy also is coming. നമ്മുടെ ഉള്ളിലേക്ക് യേശു എന്ന രക്ഷകനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സന്തോഷം വരികയാണ്. So the real joy is coming from Jesus. അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് യേശുവിൽ നിന്നാണ്. So along with the salvation experience, the heavenly joy is coming into our hearts. രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സ്വർഗീയമായ സന്തോഷവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് തരികയാണ്. So wherever Jesus comes, യേശു എവിടെയൊക്കെ പോയാലും joy is also coming. സന്തോഷം യേശുവിനോടൊപ്പം വരികയാണ്. Look here, look here, look here. എല്ലാവരും ഇവിടെ നോക്കിയാലും, If Jesus is coming into your heart today, ഇന്ന് യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ that is not a sad experience. അതൊരു ദുഃഖകരമായ ഒരു അവസ്ഥയല്ല. It is a glad experience. അതൊരു ആനന്ദത്തിന്റെ സമയങ്ങളാണ്. Shout a hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാൽ. Luke chapter 2, ലൂക്കോസിന്റെ സുവിശേഷം 2ാം അധ്യായം verse 10. അതിന്റെ 10ാമത്തെ വാക്യം. But the angel said to them, do not be afraid. I bring you good news that will cause great joy for all the people. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള, ശ്രദ്ധിച്ചുകൾക്ക് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, ഒരു വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. That means when Jesus comes to this world, he brings joy. അതിന്റെ അർത്ഥം ഇതാണ്, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ യേശു സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. Shout a big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. Now Romans 14 and verse number 17. റോമർക്ക് എഴുതിയ ലേഖനം 14ാം അധ്യായം അതിന്റെ 17ാമത്തെ വാക്യം. For the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. റോമർക്ക് എഴുതിയ ലേഖനം 14ാം അധ്യായം അതിന്റെ 17ാമത്തെ വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. So firstly, joy is coming into our hearts through Jesus when we receive his salvation. നമുക്ക് ആദ്യമേ ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് രക്ഷയുടെ അനുഭവം ലഭിക്കുമ്പോഴാണ് ഈ സന്തോഷം ലഭിക്കുന്നത്. Secondly, it comes to our hearts when the Holy Spirit comes to our hearts. രണ്ടാമതായി ഈ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. So before you leave this place, നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് make sure that Jesus is entering into your heart. Make sure that the Holy Spirit also is entering into your heart. ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കുക. ഒന്നാമതായി യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. Hallelujah. Hallelujah. And this is something very important. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The joy that you receive may
decrease or be completely lost when a person turns to sinful life again. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ദൈവികമായ സന്തോഷം പാപ വഴികളിലേക്ക് ഒരു വ്യക്തി തിരിയുമ്പോൾ അത് കുറയുവാനുള്ള സാധ്യതകളുണ്ട്. Anybody sitting here, if you have gone back to your sinful life, old life, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിലർ നിങ്ങളുടെ പാപത്തിന്റെ പ്രവൃത്തിയിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ പോയിട്ടുണ്ടെങ്കിൽ, today is the best day. This is the best time to come back to Jesus. ഇന്നത്തെ ദിവസമാണ് യേശുവിലേക്ക് വരുന്നതിനുള്ള ഏറ്റവും നല്ല ദിവസം. I am sent by Jesus to take you back to Jesus. ഇന്ന് യേശു എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് നിങ്ങളെ യേശുവിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. So that all the joy that you have lost will come back again in double measure. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം മുഴുവൻ ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. When there is Jesus in your life, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, irrespective of circumstances, you will have joy in your heart. നിങ്ങളുടെ സാഹചര്യത്തിന് വിപരീതമായി, നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങളുടെ ഉള്ളിൽ വലിയ ദൈവിക സന്തോഷം വരികയാണ്. Shout a big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ? Clap your hands and shout hallelujah. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ നന്ദി പറയാൻ തുടങ്ങിയാലോ? ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാലോ? ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജയിലിലോ, ഓഫീസ് റൂമിലോ, ഭവനത്തിലോ, അല്ലെങ്കിൽ യാത്രയിലോ, എവിടെ വെച്ച് ഈ പ്രോഗ്രാം കാണുന്നെങ്കിലും കർത്താവെ, അവരുടെ മേൽ ഒരു വലിയ വിടുതൽ അങ്ങ് കൽപ്പിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവികമായ ഒരു വലിയ വിടുതൽ കർത്താവെ ഓരോ വ്യക്തികളിലും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയറിൻ്റെ അകത്ത് ഒരു വലിയൊരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി, അതിനൊരു സർജറി ചെയ്യണം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. സർജറി കൂടാതെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ട്യൂമർ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൈൽസ് രോഗമുള്ള പലരെയും കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൈൽസ് രോഗം പൂർണ്ണമായും സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. അതുപോലെ കുറച്ച് ദിവസങ്ങൾ ഏതോ ഒരു ആയുർവേദ ചികിത്സയിലായിരിക്കുന്ന, താമസിച്ച് ആയുർവേദ ചികിത്സയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് അത്ഭുതകരമായി സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ പല ഭാഗങ്ങളിൽ കറുത്ത പൊട്ടുകൾ, പാടുകൾ ഭയങ്കരമായി വന്നുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് വല്ലാതെ വറീഡാകുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഓവറിയുടെ അകത്തുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഫുഡ് അലർജി, പല ഭക്ഷണങ്ങളും അലർജിക്കായി മാറുന്ന യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ മേലൊരു സൗഖ്യം അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റി വീഴുന്ന ഒരു വ്യക്തി, അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫെയിൻറ്റ് ചെയ്ത് താഴെ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് നിൽക്കട്ടെ. ഈ സമയത്ത് കുട്ടികളില്ലാത്ത ദമ്പതികൾ എന്നോട് ചേർന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഇനി നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും, ഞാൻ എടുത്തു പറയാത്തതാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ഏത് വിഷയത്തിൽ പ്രയാസപ്പെടുന്നെങ്കിലും, ചില ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും, സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യത്തിലായാലും, ചില ലെറ്ററുകൾ കയ്യിൽ വരേണ്ടതിൻ്റെ കാര്യത്തിലായാലും, സാമ്പത്തികമായ വിഷയത്തിലായാലും, ദാമ്പത്യ ജീവിതത്തിലെ വിഷയത്തിലായാലും, മക്കളുടെ കാര്യത്തിലായാലും, വീടിൻ്റെ കാര്യത്തിലായാലും, ഏതിലും കർത്താവ് നിൻ്റെ കരം ചെന്നു ചേരുന്നതിനാൽ നന്ദി. വർഷങ്ങളായി നീണ്ടുപോകുന്നൊരു കേസ്, ഈ വർഷങ്ങളിലെല്ലാം നിങ്ങളുടെ വലിയൊരു ഹെവിനെസ് അകത്തിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനെയുള്ള ചില കേസുകളിൽ നിന്നും പലരെയും കർത്താവ് വേഗത്തിൽ പുറത്ത് കൊണ്ടുവരികയാണ്. അഡ്വക്കേറ്റ്സ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ചില വർഷങ്ങളെടുക്കും, സമയമെടുക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയാണ്. എത്രയും വേഗം നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. എന്നാൽ ഉള്ളിൽ തീരുമാനിക്കുക, അതിൽ നിന്ന് പുറത്തു വന്നാൽ ആ ജീവിതം യേശുവിനുള്ളതാണ്. അതുപോലെ തന്നെ മദ്യപാനത്തിലും ലഹരിമരുന്നിൻ്റെ അടിമത്തത്തിലും പുകവലിയിലുമൊക്കെ ആയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇന്ന് സ്വതന്ത്രമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ജീസസ് നെയിം, ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ന്യൂയോർക്കിൽ. ഈ ശനിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ ഈവനിങ്ങിൽ ഫിലഡൽഫിയയിൽ ജീസസ് ക്രൈസ്റ്റ് എക്സോൾട്ടഡ് എന്ന മീറ്റിംഗ് നടക്കുകയാണ്. ഇതിലേക്കൊക്കെ വന്നു ചേരാവുന്ന സകലരും വന്നു ചേരുക. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, DVD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും അതിനുള്ള അവസരമുണ്ട്. സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.